പരിപാടിക്ക് സ്വാഗതം പറയുവാൻ വേണ്ടി അഴീക്കോട് KSUവിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അർഷിത് ശേഖരൻ ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ MC അതുൽ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് ജില്ലക്കകത്ത് KSUവിന് വളരെ മികച്ച മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ പ്രതിസന്ധികളോടെയാണ് ഈ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രതിനിധികളെല്ലാം SFIയുടെയും DYFIയുടെയും ക്രൂരമർദ്ദനങ്ങൾക്കിടയിലും ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ച മുഴുവൻ പ്രവർത്തകരെയും അഭിവാദം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും NSUI പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട KSU സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അവർ, KPC മെമ്പർ ശ്രീ റിജിൽ മാക്കുറ്റി, KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ P. മുഹമ്മദ് ഷമാസ്, KSU സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാന KSU കമ്മിറ്റി ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഈ പരിപാടിക്ക് ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ MC അതുലിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അധ്യക്ഷ ഭാഷണം എന്ന നിലയിൽ ആദ്യം തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ കോൺഗ്രസിന്റെ ധീരനായ നേതാവ് പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല അവർക്ക് വളരെ തിരക്ക് പിടിച്ച പരിപാടികൾ നിരവധി അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം അപഹരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിലേക്ക് ഒന്നും മുതിരാതെ മുഴുവൻ ആളുകളുടെയും സമ്മതത്തോടുകൂടി ഈ ഒരു അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ KSU ജില്ലാ പ്രസിഡന്റ് ശ്രീ MC അതുൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, KSU സംസ്ഥാന അധ്യക്ഷൻ, എല്ലാ സമര പോരാട്ടങ്ങളുടെയും മുന്നണി പോരാളിയായി നിൽക്കുന്ന ശ്രീ അലോഷ്യസ് സേവ്യർ, നമ്മുടെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ റിജിൽ മാക്കുറ്റി, നമ്മുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ്, KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാനത്തൊട്ടാകെ നടന്ന വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന P. മുഹമ്മദ് ഷമാസ്, ഫർഹാൻ മുണ്ടേരി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഫർഹാൻ നിരവധി തവണ ജയിലിൽ, ഷീജ മഠത്തിൽ, അർജുൻ, സനൂജ്, പ്രിയ സുഹൈൽ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് KSUവിന്റെ കോളേജ് യൂണിയനിലും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ഹാർദവമായി അഭിവാദ്യം ചെയ്യുക. ശ്രീ ആഷിത് അശോകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂർ ജില്ലയിൽ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറെ കൂടി കണ്ണൂർ SN കോളേജ് പോലെയുള്ള കോളേജുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭാവിയിൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് KSU നേതൃത്വം കൊടുക്കണമെന്നാണ് എന്റെ നിർദ്ദേശം.
ഇന്ന് ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ജനവികാരം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് യുവാക്കളിൽ, വിദ്യാർത്ഥികളിൽ ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ കടുത്ത പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി. ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പരിശോധിച്ചാൽ KSUവിന് വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ ജയിച്ചില്ല എങ്കിൽ പോലും 2ാം സ്ഥാനത്തെത്താനും വിദ്യാർത്ഥികളുടെ നല്ല പിന്തുണ തെളിയിക്കാനും നമുക്ക് സാധിച്ചു. KSU എന്നും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ വിദ്യാർത്ഥി സംഘടനയാണ്. ഒരു മുൻകാല KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ KSUവിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്കെല്ലാം വികാരപരമായ ഒരു അനുഭൂതിയാണ്. കാരണം ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് KSUവിലൂടെയാണ്. ഈ ദീപശിഖാങ്കിതമായ നീല പതാകയാണ് ഞങ്ങളെല്ലാം പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അവർ കേരളത്തിലെ കലാലയങ്ങളിൽ, സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ പാരമ്പര്യം പകർന്നു കൊടുക്കാനും അവരെ കോൺഗ്രസിന്റെ ആശയാദർശങ്ങളോട് ചേർത്ത് നിർത്താനും കഴിയുന്ന തരത്തിൽ KSUവിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇന്ന് വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. സർവകലാശാലകളിൽ ഒന്നിനും വൈസ് ചാൻസലർമാരില്ല. 58 സർക്കാർ കോളേജുകളിൽ, ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. യൂണിവേഴ്സിറ്റികളെ മുഴുവൻ ഇവർ രാഷ്ട്രീയവൽക്കരിക്കുന്നു. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താവളങ്ങളായ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള വളരെ തെറ്റായ നീക്കമാണ് ഇവർ നടത്തുന്നത്. ഗവർണർ ഒരു ഭാഗത്ത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുക. കാവ്യവൽക്കരണവും തെറ്റാണ്, ചുവപ്പുവൽക്കരണവും തെറ്റാണ്. ഇത് രണ്ടും വിദ്യാഭ്യാസ മേഖലയെ തകർന്നു. യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർമാരാകേണ്ടതും ഡീനുകളാകേണ്ടതും പ്രിൻസിപ്പൽമാരാകേണ്ടതും എല്ലാം ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനം. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ബന്ധുവിന് ഭാര്യയെ നിയമിക്കാൻ ഒരു മടിയുമില്ല. മന്ത്രിമാരുടെ ഭാര്യമാരെയും ബന്ധുക്കളെ നിയമിക്കാൻ ഒരു മടിയുമില്ല. അപ്പൊ സർവകലാശാലകൾ സ്വതന്ത്ര ചിന്തയുടെ ഉറവിടങ്ങളായി മാറേണ്ട കലാലയങ്ങളും ഇന്ന് ചുവപ്പുവൽക്കരണത്തിന്റെയും കാവ്യവൽക്കരണത്തിന്റെയും പിടിയിലാണ്. ഇതിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം KSU. KSUവിന്റെ പ്രവർത്തനങ്ങളിലൂടെ വേണം ഈ മാറ്റം ഉണ്ടാകാൻ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥി രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. KSUവിന് ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കോളേജ് യൂണിയനിലും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വിജയിച്ച എല്ലാവരെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ KSUവിന്റെ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറയുന്നതിനുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വത്തിലും ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കാനും അവരെ അതിനുവേണ്ടി തയ്യാറാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നമുക്ക് ഏറ്റെടുക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ യോഗം സംഘടിപ്പിച്ച CMC അതുൽ, അദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞ് 2-3 MA ഒക്കെ പാസ്സായി അല്ലേ, മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. അല്ലാതെ പരീക്ഷകളിൽ തോൽക്കുന്നതാണല്ല, പരീക്ഷകളിൽ ജയിച്ച് അല്ലേ, നല്ല ബിരുദം കോളേജ് ചെയർമാനായി ബിരുദാനന്തര ബിരുദങ്ങൾ നിരവധി നേടിയിട്ടുള്ള സമർത്ഥനായ അരുണിനെയും സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട്, ജയിച്ചു വന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.
7 വർഷത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച് മാടായി കോളേജ് പുതുചരിത്രം സൃഷ്ടിച്ച മാടായിയുടെ ചെയർമാൻ സായി ശരൺ. വർഷങ്ങൾക്ക് ശേഷം വനിതയുടെ മണ്ണിൽ നീലപ്പൻ പതാക പാർപ്പിയ വനിതയുടെ ചെയർമാൻ ഗീത നാരായൺ. ഐടിഐയുടെ ചരിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം KS ഇവിടെ എന്ന വർഷത്തിലാണ് 2023. മുഴുവൻ ആളുകളും കസേരകളിൽ ഇരിക്കേണ്ടതാണ്. ഇവിടെ അനുമോദന പരിപാടി ഇവിടെ തുടരുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ ഒരു അനുമോദന സംഗമം, വിജയ സംഗമം ഉദ്ഘാടനം ചെയ്ത് വേദിയിലിട്ട് പോയി. എന്നിരുന്നാലും നമുക്കറിയാം, ഈ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് സ്കൂളിനകത്തെയും ITI, പോളി, അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ തന്നെ മുഴുവൻ ആളുകളും അവിടെ കസേരകളിൽ ഇരിക്കുക, പുറകിൽ നിന്ന് സംസാരിക്കാതെ പരിപാടിയിൽ ഇരിക്കണമെന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വർഷം കണ്ണൂർ ജില്ലക്കകത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ വിജയിച്ചു വന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച യൂണിറ്റ് പ്രസിഡന്റുമാരടക്കമുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായി എല്ലാ ആളുകളും ഒന്ന് നിശബ്ദരായിരിക്കുക. ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ അച്ചടക്കത്തിൽ മുഴുവൻ ആളുകളും ഇരിക്കുക. ശബ്ദമില്ലാതെ ഒരു പരിപാടി അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ആളുകളും സഹകരിക്കണം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നിരവധിയായ അവകാശ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത വിജയം പല ക്യാമ്പസിനകത്തും പല സാഹചര്യങ്ങളാണ്. SFIയുടെ മറ്റ് മാനേജ്മെന്റിന്റെ ഒക്കെ തന്നെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും പല വിധത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും വിധേയമാകാതെ KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള നമ്മുടെ KSUവിന്റെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സനോജ് ഗിരിവട്ടൂർ, അതുപോലെ തന്നെ പ്രിയ CP ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അപ്പോ ആ നിലയിൽ KSUവിന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാന് ഈ ഒരു വിജയം തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ക്യാമ്പസുകളും പഴയ കാലഘട്ടത്തിൽ നിന്നും പല ക്യാമ്പസുകളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ഒരു കാലാവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSU എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ തന്നെ മാറി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും KSU എന്ന് പറയുന്നത് അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് SFI അടക്കമുള്ള ആളുകൾ എത്ര നിലയിൽ അടിച്ചമർത്താൻ അല്ലെങ്കിൽ മറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പോകുന്നതിൽ ശരിയല്ല. കാരണം
പല ക്യാമ്പസിനകത്തും KSUവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി, KSU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പല ഏകാധിപത്യ കോട്ടകളിലും KSUവിന്റെ കുട്ടികൾ, പ്രത്യേകിച്ച് ക്യാമ്പസിനകത്ത് കാണുന്നത് വനിതകൾ, പെൺകുട്ടികളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ധൈര്യത്തോടുകൂടി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസവും വലിയ രീതിയിലുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോ ആ മാറി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും KSUവിന്റെ സജീവ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിജയ സംഗമം നടത്തേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം എത്രയെത്ര പ്രതിസന്ധികളാണ് ഓരോ ക്യാമ്പസിനകത്തും. ഇന്നും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായിട്ടും പല യൂണിറ്റ് പ്രസിഡന്റുമാർക്കും പല KSUവിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്കും ചിലപ്പോൾ കടമായിരിക്കും. പലയിടങ്ങളിൽ നിന്നും പൈസ കൊടുക്കാനുള്ള ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പ്രയാസങ്ങൾ ഒരുപാട് നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ KSU പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. KSU പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ നമുക്കിടയിലൊക്കെ തന്നെ ഉണ്ടായി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ കാലഘട്ടം ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് KSU ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. KSU ക്യാമ്പസിനകത്തൊന്നും ഇല്ലാതെയായി പോയാൽ, KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിനകത്ത് നിശബ്ദമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്യാമ്പസ് എന്ന നിലയിൽ വലിയ അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. KSU ഇല്ലാത്ത ക്യാമ്പസിനകത്തുള്ള സാഹചര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും. പല ക്യാമ്പസും SFI ഏകാധിപത്യത്തോടുകൂടി, അതായത് മറ്റു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ വേണ്ടി, പൂട്ടിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോലും അനുവദിക്കാത്ത നിലയിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, ആ സംഘടനയുടെ നിലനിൽപ്പ് അത് ക്യാമ്പസിനകത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്നിന്റെ വിജയം നാളുകളിൽ നമുക്ക് ആവർത്തിക്കേണ്ടതുണ്ട്. ജില്ലക്കകത്ത് പല ക്യാമ്പസിനകത്തും നിരവധിയായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിരവധിയായ പ്രവർത്തകർ നമുക്കിടയിൽ പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. പല ക്യാമ്പസിനകത്തും നമുക്ക് വിജയങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായിട്ടുള്ള ക്യാമ്പസുകൾ നിരവധിയുണ്ട്. ആ ക്യാമ്പസിനകത്തൊക്കെ തന്നെ ഇതൊരു മാതൃക, ഈ വർഷത്തെ പല ക്യാമ്പസിനകത്തുള്ളയും മാറ്റം അതൊരു മാതൃകയാക്കിക്കൊണ്ട് അടുത്ത വർഷങ്ങളിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ വേണ്ടി സാധിക്കണം. SFIക്ക് ഈ ITI തെരഞ്ഞെടുപ്പിന്റെ ആ കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. പല ക്യാമ്പസിനകത്തും ITIകളിൽ നമുക്ക് തെരഞ്ഞെടുപ്പിനകത്ത് നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റാതെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും മുഴുവൻ പോസ്റ്റിനകത്തേക്കും, മാടായി ITIയിലും കൂത്തുപറമ്പ് ITIയിലും ഒക്കെ തന്നെ നമ്മൾ മുഴുവൻ പോസ്റ്റിനകത്തേക്കും നോമിനേഷൻ കൊടുപ്പിച്ച് അവിടെ വിജയക്കൊടി പാറിച്ചതിന്റെ ചരിത്രമാണ് ഈ 2023 നമ്മുടെയൊക്കെ തന്നെ മുന്നിലുള്ളത്. അത് ഒരു കാര്യത്തിലും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുന്നതല്ല. നമ്മൾ KSUവിന്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നിറങ്ങി കഴിഞ്ഞാൽ നമ്മളോടൊപ്പം വിദ്യാർത്ഥികൾ കൂടെ നിൽക്കും എന്നുള്ളതിന്റെ സൂചനയാണ് പ്രിയപ്പെട്ടവരെ ഈ ക്യാമ്പസിനകത്തൊക്കെ തന്നെ KSU വിജയിച്ചിട്ടുള്ളത്. പല ക്യാമ്പസിനകത്തും സെക്കൻഡ് ഇയർ റപ്പ്, അതുപോലെ തന്നെ ചെറിയ സീറ്റുകളിൽ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ട്. ചിലപ്പോ ആളുകൾക്കൊന്നും ചെറിയൊരു സീറ്റാണല്ലോ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ തന്നെ ജനാധിപത്യത്തിന്റെ പുതുവസന്തം വിരിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തുടക്കമാണ്. ആ തുടക്കത്തെ മുതലാക്കിക്കൊണ്ട് നമുക്ക് വരും കാലങ്ങളിൽ ക്യാമ്പസിനകത്തൊക്കെ തന്നെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ചുവടുപടിയായി ഈ ക്യാമ്പസിനകത്തുള്ള ഈ ഒരു വിജയ സംഗമം മാറട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പല ക്യാമ്പസിനകത്തുനിന്നും കടന്നു വന്ന ആളുകളാണ്. എല്ലാ ആളുകൾക്കും പലയിടങ്ങളിലായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരേണ്ട ആളുകളാണ്. അതുകൊണ്ട് പരിപാടി ദീർഘിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ക്യാമ്പസിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിജയ സംഘത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ KSUവിന്റെ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. അധ്യക്ഷൻ, ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട MC അതുൽ, വേദിയിലിരിക്കുന്ന സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമ്മാസ്, ജനറൽ സെക്രട്ടറിമാർ ഏറെ പ്രിയങ്കരനായ ഫറാൻ മുണ്ടേരി, സനോജ് കുരുവട്ടൂർ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ കൺവീനർ പ്രിയ CP ഉൾപ്പെടെ
മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനും സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനും കൂടിയായ പ്രിയപ്പെട്ട ശ്രീ റജിൽ മാക്കുറ്റി അവർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ നേതാക്കന്മാരെ, വിവിധ ക്യാമ്പസുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന KSUവിന്റെ സമാരാധ്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വലിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, എനിക്ക് മുൻപേ സംസാരിച്ച പ്രിയപ്പെട്ട അതുൽ ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തെ പറ്റിയും കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ പറ്റിയെല്ലാം വളരെ വിശദീകരിച്ച് തന്നെ സംസാരിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ആകമാനമുള്ള ക്യാമ്പസുകളിൽ KSUവിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തും ട്രെൻഡിന്റെ പുറകെ പോകുന്ന വിദ്യാർത്ഥികളാണെന്ന് പ്രിയപ്പെട്ട അതിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി SFIനെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ ഉണ്ടാക്കിയ ഒരു ഓളം, ഒരു മെക്സിക്കൻ അപാരതയും സഖാവും അതേപോലെ നീലാകാശം തുടങ്ങിയുള്ള സിനിമകളിലൂടെ അതിന്റെ ഒരു ട്രെൻഡിന്റെ പുറത്ത് ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ SFIയുടെ ഭാഗമായി SFIയുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ സാഹചര്യം നമുക്ക് 3-4 വർഷങ്ങൾ മുൻപ് നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഇന്ന് KSUക്കാർ ക്യാമ്പസുകളിലെ ഒരു ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളെല്ലാവരും സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തുടക്കം കുറിച്ച് പിന്നീട് നടന്ന കാലിക്കറ്റ് സർവകലാശാല, MG സർവകലാശാല, കേരള സർവകലാശാല, അതിനുശേഷം നടന്ന പോളിടെക്നിക് തെരഞ്ഞെടുപ്പ്, ITI തെരഞ്ഞെടുപ്പുകളിലെല്ലാം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളുടെ SFIയുടെ കോട്ടക്കൊത്തളങ്ങളെ ഇളക്കുവാൻ നമുക്ക് സാധിച്ചു. കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളെല്ലാം അവലോകനം ചെയ്യുമ്പോൾ 10, 15, 20 അല്ലെങ്കിൽ അതിനു മുകളിൽ വർഷങ്ങളായി SFI അടക്കി വെച്ചിരുന്ന ക്യാമ്പസുകളിലാണ് നമുക്ക് സാന്നിധ്യം എത്തിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ SFIയിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ നേതൃനിരയിലേക്ക് കുറേയേറെ വനിതകൾ, പെൺകുട്ടികൾ നമ്മുടെ നേതൃനിരയിലേക്ക് കടന്നു വരുന്നു എന്നാണ്. നമുക്കൊരു ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ +1, +2 ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ യാതൊരു രാഷ്ട്രീയപരമായ ഒരു പരിചയവും മറ്റൊന്നും ഇല്ലാണ്ട് ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കൂട്ടത്തിന്റെ കൂടെ ചേരാൻ അല്ലെങ്കിൽ അവിടെ ക്യാമ്പസിലെ ശക്തരാരാണോ അവരുടെ കൂടെ ചേരാൻ തയ്യാറെടുക്കുന്ന ഒരു മനോഭാവത്തിലൂടെയാണ് വിദ്യാർത്ഥികളെല്ലാം കടന്നു ചെന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു കൂട്ടത്തിന്റെ 10ഉം 100ഉം വരുന്ന ഒരു കൂട്ടത്തിന്റെ ഭാഗമാകേണ്ടതില്ല എന്നും, അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയം പറയാൻ അല്ലെങ്കിൽ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ ഈ വരുന്ന 100ഉം 200ഉം വരുന്ന കൂട്ടങ്ങൾക്ക് സാധിക്കേണ്ടതില്ല എന്നൊരു വെല്ലുവിളിയോട് കൂടി തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് നമ്മുടെ സഹപ്രവർത്തകരെല്ലാം പ്രവർത്തനം നടത്തുന്നത്. വലിയ ക്ലേശങ്ങൾ, വലിയ പ്രയാസങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് നിരവധി ആളുകൾ അക്രമത്തിനെല്ലാം ഇരയാകുമ്പോഴും ആ അക്രമങ്ങളെ എല്ലാം അതിലൊന്നും കീഴ്പ്പെട്ടു പോകാതെ അതീവ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് ഉജ്ജ്വലമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി ക്യാമ്പസുകളിലേക്ക് മുന്നോട്ട് പോകുന്ന നിങ്ങളെ എല്ലാവരെയും സംസ്ഥാന KSU കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്യുകയാണ്. നമ്മൾ പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നതിന് ശേഷം നമ്മൾ യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്ന തരത്തിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ നമ്മൾ പരുവപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. നമ്മുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന ഇടം എന്ന് പറയുന്നത് ക്യാമ്പസ് ആണ്. ആ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അവരുടെ പ്രശ്നങ്ങളുടെ ഭാഗമായി, അവരുടെ സന്തോഷങ്ങളുടെ ഭാഗമായി, അവരുടെ സങ്കടങ്ങളുടെ ഭാഗമായി ഒരു ക്യാമ്പസിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്യാമ്പസുകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കാരണം ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ് നാളുകളിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എല്ലാം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കടന്നു വരേണ്ടത്. അപ്പോൾ ആ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ കൃത്യമായിട്ടുള്ള ജനാധിപത്യപരമായ ബോധം, അതും ജനാധിപത്യ ചേരിയോട് തന്നെ ചേർത്ത് നിർത്തുക, KSUവിനോട് ചേർത്ത് നിർത്തുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തുക എന്നൊരു വലിയ ലക്ഷ്യമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ നമ്മുടെ കഴിഞ്ഞ കുറേയേറെ നാളുകളുടെ നമ്മുടെ അധ്വാനം, അത് താഴെ തന്നെ യൂണിറ്റ് തലം തുടങ്ങി സംസ്ഥാന തലം വരെയുള്ള KSUവിന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും അധ്വാനം നമുക്ക് കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് റിസൾട്ടായിട്ട് ലഭിച്ചു. ഇനി വരും വർഷങ്ങളിലും നമുക്ക് ഇത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകണം. കണ്ണൂർ ജില്ലയിൽ ഉജ്ജ്വലമായ രീതിയിൽ യൂണിറ്റ് തലങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത്
നിരവധിയായിട്ടുള്ള ക്യാമ്പസുകളിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ സാധിച്ചു. അതിന് നേതൃത്വം കൊടുത്ത യൂണിറ്റ് തലത്തിലുള്ള നിങ്ങളെ എല്ലാവരെയും വിജയിച്ച് കയറി വന്ന നിങ്ങളെ എല്ലാവരെയും സംസ്ഥാന കേസ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്യുകയാണ്. അതിന് ജില്ലാതലത്തിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കന്മാർ എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് കടന്നു നിന്ന നിങ്ങളെ ആശംസിക്കുകയാണ്. തുടർന്നും വരും വർഷങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമായി പോയി അടുത്ത കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിലും നമുക്ക് വിജയം നമുക്ക് ആവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ആശംസിക്കുന്നു. അടുത്തതായി സംസ്ഥാന പ്രസിഡന്റ് കുറച്ച് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകുന്ന പരിപാടിയാണ്. ഓരോ ആളുകളെ ക്ഷണിക്കുന്നതനുസരിച്ചിട്ട് ഓരോ ആളുകൾ കടന്നു വരിക. മാടായി കോളേജിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് വിളിക്കുന്നതിനനുസരിച്ച് കടന്നു വരണം. വൈസ് ചെയർപേഴ്സൺ നിഷ്ന KP. ജനറൽ സെക്രട്ടറി സലൈ ഫറൂഖ്. ആർട്ട് സെക്രട്ടറി ഹരിഷ്മ M. ജനറൽ ക്യാപ്റ്റൻ ലക്ഷ്മി പ്രിയ. എഡിറ്റർ രാഘവ് P. വിശാൽ M. വൈഷ്ണവ് P. ഫസ്റ്റ് റെപ്രസെന്റേറ്റീവ് ശ്യാം കൃഷ്ണൻ A. തേർഡ് DC റെപ്രസെന്റേറ്റീവ് പ്രജീഷ്. PG representative Muhammad Nihal. Max Association DRR KV. Commerce Association Shreyas Kumar. History Association Abhinav VC. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുവാൻ വേണ്ടി നമുക്കറിയാം ജില്ലക്കകത്ത് KSU പ്രവർത്തനങ്ങളെ എന്നും സഹായിച്ച് മുന്നോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഈ സന്തോഷം നിറഞ്ഞ ചടങ്ങിന്റെ അധ്യക്ഷൻ കേരള വിദ്യാർത്ഥി യൂണിയൻ കണ്ണൂർ ജില്ലയിൽ വിസ്വലമായി നേതൃത്വം കൊടുക്കുന്ന ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രിയനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഹോദരൻ MC അതുൽ, കേരളത്തിലെ KSUവിന് ഒരു വിജയവസന്തം സമ്മാനിച്ച സമീപകാല KSUവിന്റെ ചരിത്രത്തിൽ
കേരളത്തിലെമ്പാടും ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റത്തിന് വിജയമുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത സമര പോരാട്ടത്തിന്റെ നായകൻ കൂടിയായ പ്രിയപ്പെട്ട സഹോദരൻ അലോഷ്യസ് സേവ്യർ, സംസ്ഥാന KSU കമ്മിറ്റിക്ക് വേണ്ടി ഊർജ്ജസ്വലമായി കേരളത്തിലെമ്പാടും സംഘടനാ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന സമരനായകൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഷമാസ്, KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ, കണ്ണൂരിൽ നിന്നുള്ള സമര പോരാളി ശ്രീ ഫർഹാൻ മുണ്ടേരി, പ്രിയപ്പെട്ട അർജുൻ ഗറ്റ്യാട്, കണ്ണൂരിന്റെ ചാർജ് വഹിക്കുന്ന കോഴിക്കോടുകാരൻ ശ്രീ സുനോജ് കുരുവട്ടൂർ, പ്രിയങ്കരിയായ സംസ്ഥാന കൺവീനർ മാരാജ് കോളേജ് യൂണിവേഴ്സിറ്റി കൂടിയായ പ്രിയ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കർ, ജില്ലയിലെ നേതാക്കന്മാർ പ്രിയപ്പെട്ട രാഘവ് ഹരീഷ്ണൻ, അലക്സ് ഉൾപ്പെടെ KSUവിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, ഈ വിജയവേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വിജയികളായിട്ടുള്ള പോരാളികളെ, അതോടൊപ്പം വിജയത്തിനോടൊപ്പം പോരാട്ടം നടത്തിയ പോരാളികളായ പരാജയപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വിജയവും പരാജയവും ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളാണ്. പരാജയത്തിൽ നിന്നാണ് നമ്മൾ വിജയം നേടിയിട്ടുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായാലും സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പായാലും അതോടൊപ്പം ITI പോളി തെരഞ്ഞെടുപ്പായാലും എല്ലാം ഈ ജില്ലയിൽ CPMന്റെ കോട്ടകുത്തളങ്ങളിൽ KSUവിന്റെ നീലപ്പൻപതാക പാറിപ്പറപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഏറ്റവും ഉജ്ജ്വലരായ പോരാട്ടം നയിച്ച പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പയ്യന്നൂർ പോളിടെക്നിക്കിൽ ഒരു പെൺകുട്ടി അവിടെ പോളിയിലെ ജയിച്ചത്, ജനറൽ സെക്രട്ടറിയായി വിജയിച്ചതും, അതോടൊപ്പം മാടായി ITI നമ്മൾ നേടിയ വിജയവും, അതോടൊപ്പം തന്നെ മാടായി കോളേജിൽ നേടിയ വിജയവും, വനിതാ കോളേജിൽ അഭിമാനമായി ചെയർപേഴ്സൺ ജയിച്ചതും, കൂത്തുപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ITI നിൽക്കുന്ന പ്രദേശത്ത് പാർട്ടിയുടെ പ്രവർത്തനം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടെയും നമുക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത്. മട്ടന്നൂർ കോളേജിലും ഇത്തവണ സീറ്റുകൾ നേടി. അപ്പൊ ഒരു വലിയ മുന്നേറ്റം ഈ ജില്ലയിലെ KSUവിനകത്ത് ഉണ്ടായി. അപ്പൊ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്ത് ഇതുപോലൊരു വിജയവേദി ഞാൻ നടത്തിയിരുന്നു. കണ്ണൂർ ചേംബർ ഹാളിലായിരുന്നു. അന്ന് ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം മട്ടന്നൂർ കോളേജിൽ മുഴുവൻ സീറ്റും നേടിക്കൊണ്ട് ആ കോളേജ് യൂണിയൻ തിരിച്ചു പിടിച്ചത്. മാടായി കോളേജിലും ശ്രീവണ്ടാപുരം കോളേജിലും പയ്യന്നൂർ കോളേജിലും കണ്ണൂർ SN കോളേജും ഉൾപ്പെടെ ബ്രണ്ണൻ കോളേജ് ഒഴികെയുള്ള എല്ലാ മേജർ ക്യാമ്പസിനകത്തും KSUവിൽ വിജയിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ, അന്ന് സമരത്തിന്റെ മാത്രമല്ല അന്നത്തെ ഒരുപാട് പോരാട്ടങ്ങളുടെ അക്രമത്തിന്റെ ഒക്കെ കാലമായിരുന്നു. ആ എല്ലാ അക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അന്ന് KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ നമ്മുടെ എല്ലാ സഹപ്രവർത്തകർ K ബിനോജ്, അദ്ദേഹത്തെ 2 കാലം വെട്ടി കണ്ണൂർ പയ്യാമ്പലത്ത് വിട്ട് മുമ്പോട്ട് പോയ ഏറ്റവും തീക്ഷ്ണമായ അക്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നമ്മൾ നേടിയ വിജയം, ആ നേടിയ വിജയത്തിന് ശേഷം കണ്ണൂർ ചേംബർ ഹാളിൽ അത് നമ്മുടെ നേതാവ് ശ്രീ K സുധാകരൻ ഉദ്ഘാടനം ചെയ്ത വിജയവേദി ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോ ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ സമീപകാലത്ത് പല കോളേജിലും നമ്മൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഉജ്ജ്വലമായ വിജയം ഈ കമ്മിറ്റിക്ക് അതുൽ സി എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ മുഹമ്മദ് ഷമാസിന്റെയും ഫർഹാൻ മുണ്ടേരിയുടെയും അതോടൊപ്പം തന്നെ ആകാശം ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ, ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പിറകിലിരിക്കുന്നവരും മുന്നിലിരിക്കുന്ന നിങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് നേടിയ ഉജ്ജ്വലമായ വിജയം. ഇത് കണ്ണൂർ ജില്ലയിലെ KSUവിന്റെ വിജയം മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം CPMന്റെ ചെങ്കോട്ടകളിൽ തിരിച്ചു വരുന്നു എന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടമായി ഈ വിജയത്തെ നമ്മൾ നോക്കിക്കാണും. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ നമ്മുടെ മുന്നേറ്റത്തിന്റെ നാളുകളാണ്. വിജയിച്ചവർ മാത്രമല്ല, പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ് ചരിത്രം. അതുകൊണ്ട് വിജയത്തോടൊപ്പം പോരാടിയവരുണ്ട്, നിരവധിയായ പോരാട്ടം നടത്തിയവരുണ്ട്. ക്യാമ്പസിനകത്ത് ഇഞ്ചോടിഞ്ച് പോരാടി ചെറിയ വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പരാജയം ഇന്നിന്റെ പരാജയം നാളത്തെ വിജയമാണെന്ന് തെളിയിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ KSUവിന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന വലിയ ഒരു പോരാട്ടത്തിന്റെ ഒരു മുന്നേറ്റത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സമരത്തിന്റെ കാലഘട്ടമാണ്. പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഉൾപ്പെടെ നിരവധി നടത്തിയ സമരങ്ങൾ, സമീപകാലത്ത് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ വിജയം നേടിയ ഒരു കാലഘട്ടം സമീപകാലത്തൊന്നുമില്ല. നിങ്ങളൊക്കെ KSU സംസ്ഥാന തലത്തിലും ജില്ലയിലൊക്കെ പ്രവർത്തിച്ചവരാണ്. പക്ഷേ എലോഷിയുടെ ഈ ഒരു കാലവർമ്മം സൃഷ്ടിക്കുന്ന ഒരു മുന്നേറ്റമായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഫാൻസിന്റെ അകമ്പടിയില്ലാതെ സൈലന്റായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു യുവ വിദ്യാർത്ഥി നേതാവായി അലോഷി മാറിയിരിക്കുന്നു. ആ സംഘടനാ പ്രവർത്തനം കേരളത്തിലെ വിദ്യാർത്ഥിപക്ഷം ഏറ്റെടുത്തു എന്നതിന് തെളിവാണ് പാലക്കാട് പോലെയുള്ള CPMന്റെ കോട്ടകളിൽ, ആ കോളേജിനകത്ത് അവിടെയുള്ള പാലക്കാട് നെന്മാറയിലും അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്തും അതോടൊപ്പം തന്നെ സീതാനിയുടെ ക്യാമ്പസായ പട്ടാമ്പി ക്യാമ്പസ് ഉൾപ്പെടെ ഉള്ള ക്യാമ്പസിനകത്ത് നമ്മൾ
വിജയിച്ച് കടന്നു വന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ അതോടൊപ്പം കോളേജുകളിൽ ഒരു സംഘടന നയിക്കുന്ന ക്രിമിനലിസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷൻ എന്ന് പറയും നമുക്കറിയാൻ സാധിക്കും. ഒരു പെൺകുട്ടിയോട്, സ്വന്തം മുന്നണിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് ആ SFIയുടെ നേതാവ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ പൊതുവേദിയിൽ മൈക്കിൽ വെച്ച് പറയാൻ എനിക്ക് തന്നെ അറപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കൊടും ക്രിമിനലാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ കൊടും ക്രിമിനലിനെ നേരിടാൻ കേരളത്തിലെ KSUവിന് സാധിക്കുമെന്ന് തെളിയിച്ചതാണ് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ്. നമുക്കറിയാം തൃശ്ശൂരിലെ ആ ഒരു വിദ്യാർത്ഥി, നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരൻ, വിജയിച്ചിട്ട് പോലും കേരളവർമ്മ കോളേജിലെ ആ പ്രിയപ്പെട്ടവനെ അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ടെക്നിക്കലായി അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് വിജയിച്ച് കയറിയവനാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ക്യാമ്പസിനകത്തെ സർഗാത്മകതക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘമാണ് SFI. ഈ സംഘടനയെ കേരളത്തിലെ ക്യാമ്പസിനകത്ത് നിന്ന് ആട്ടിയോടിക്കാൻ ഇനിയുള്ള കാലങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുന്നോട്ട് വരണം. അതിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ KSUവിന് സാധിക്കും. ആ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയവേദിയാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത്. ഈ വിജയവേദി അടുത്ത കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയിച്ചവരെയും പരാജയത്തിന് അല്ലെങ്കിൽ വിജയത്തോടൊപ്പം അടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തി പരാജയപ്പെട്ടവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് 1000 ഹൃദയാഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് KSU. ചില ക്യാമ്പസുകളുടെ വിദ്യാർത്ഥികൾക്ക് കൂടി മൊമെന്റോ കൈമാറുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയെ വളരെ സ്നേഹത്തോട് കൂടി ക്ഷണിക്കുന്നു. MM നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വൈസ് ചെയർമാനായി മത്സരിച്ച നിതില ക്ഷണിച്ചോളൂ. നിതില. ജനറൽ ക്യാപ്റ്റനായി മത്സരിച്ച സനക് M. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നെൽവിൻ മാത്യുയെ ക്ഷണിച്ചോളൂ. മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആലക്കോട് ചെയർമാനായി മത്സരിച്ച മാർട്ടിൻ MJ. വൈസ് ചെയർമാൻ അഞ്ജന KD. ജനറൽ സെക്രട്ടറി ഡെൽജോ സെബാസ്റ്റ്യൻ. അടുത്തതായി ഈ ഒരു പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി KSUവിന്റെ കണ്ണൂർ ജില്ലയുടെ മുൻ അധ്യക്ഷനും ഇപ്പോഴത്തെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള P. മുഹമ്മദ് ഷമ്മാസിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷനും കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അതുൽ, വേദിയിലെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അലോഷ്യസ് സേവ്യർ, ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സന്തോഷ് കുരുവട്ടൂർ, ഫർഹാൻ മുണ്ടേരി, അർജുൻ കുട്ടയാട്ട്, പ്രിയ CP ഉൾപ്പെടെ ജില്ലയിലെ KSUവിന്റെ ജില്ലയിലുള്ള സംസ്ഥാന ഭാരവാഹികൾ, ആകാശ്, ബ്ലോക്ക് KSU കമ്മിറ്റി പ്രസിഡന്റുമാർ എന്നിവിടെ ഈ വിജയാരവത്തിൽ അനുമോദനം ഏറ്റുവാങ്ങുന്ന ജില്ലയിലെ ക്യാമ്പസുകളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ വിജയക്കൊടി പാറിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അഭിമാനത്തോടുകൂടെ തന്നെയാണ് ജില്ലാ KSU കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അനുമോദന സദസ്സിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത്. കാരണം സമീപകാലത്തൊന്നും ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന KSU നേതാക്കന്മാരുടെ ഒന്നും ഓർമ്മയിൽ നമുക്ക്
നേടാൻ കഴിയാത്ത ഒരു വിജയം ഈ ജില്ലയിലെ ക്യാമ്പസുകളിൽ ഇത്തവണത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ITI പോളി തെരഞ്ഞെടുപ്പിലും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുൻകാലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചരിത്രപരമായ വിജയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയധികം ക്യാമ്പസുകൾ ഒരേ സമയം, പ്രത്യേകിച്ച് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന വലിയ തോതിൽ രാഷ്ട്രീയ അക്രമവും മറ്റ് ഭീഷണിയും ഒക്കെ വച്ച് നിലനിർത്തി കൊണ്ടുപോയ പാർട്ടി ഗ്രാമങ്ങളിലെ ക്യാമ്പസുകളിൽ പോലും അതിശക്തമായ വിജയത്തിന് നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തീർച്ചയായും വരും വർഷങ്ങളിൽ ആ വിജയം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ക്യാമ്പസുകളിൽ അങ്ങിങ്ങ് അലയടിക്കുമ്പോ കേരളത്തെ അങ്ങോളം ഇങ്ങോളം സംഘടനാപരമായി ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പല മേഖലകളിൽ പോലും ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ കടന്നു വരുമ്പോ വലിയ വിജയം പ്രതീക്ഷിക്കാത്ത കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് ക്യാമ്പസുകൾ ഓരോന്നും കോട്ടകൾ പൊളിച്ച്, വർഷങ്ങളുടെ കോട്ടകൾ പൊളിച്ച് KSU ജയിക്കുമ്പോ അത് പ്രിയപ്പെട്ട റെജിലാൻഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനായ സംസ്ഥാന KSU കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അത് വിദ്യാർത്ഥികളുടെ ഒരു പൊതുവികാരം കൂടിയാണ്. അത് ഫലപ്രദമായി നിങ്ങളുടെ ക്യാമ്പസുകളിൽ ആ വികാരത്തെ KSUവിന് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. അവിടെ നിങ്ങൾക്ക് ചെറിയ പാകപ്പിഴകൾ സംഭവിച്ചിടത്താണ് ചെറിയ വോട്ടുകൾക്ക്, ചെറിയ സീറ്റുകളിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. അതിന്റെയൊക്കെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഈ സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്ന SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും എതിരായി ചിന്തിക്കുന്നു. അവർ KSU ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട്, KSU ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട്, KSU പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളോട് അവർ ഐക്യപ്പെടുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സന്ദേശമായി തന്നെ ഈ വിജയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ ഈ വിജയം അങ്ങ് ഏതെങ്കിലും തരത്തിൽ ഈ ഞാനിവിടെ പറഞ്ഞു വെച്ച ട്രെൻഡിന്റെ പുറത്ത്, ഒരു വികാരത്തിന്റെ പുറത്ത് മാത്രം ഉണ്ടായതല്ല. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്ന നിരവധിയായ സഹപ്രവർത്തകരുടെ രാപ്പകലില്ലാത്ത അധ്വാനവും സ്വന്തം വീടെന്നോ സഹോദരങ്ങളെന്നോ മറ്റ് ബന്ധുക്കളെന്നോ ഒന്നും നോക്കാതെ ക്യാമ്പസുകൾ വിട്ട് വീട്ടിലേക്ക് പോകാതെ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരോടൊപ്പം എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും അവരുടെ കൂടെ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെ തലയിലേറ്റി ഈ പറഞ്ഞ SFIക്കാരന്റെയും പുറത്തുള്ള DYFIക്കാരന്റെയും CPMകാരന്റെയും എല്ലാ തരത്തിലുള്ള അക്രമത്തെയും ഭീഷണിയും എല്ലാം അതിജീവിച്ച് ക്യാമ്പസുകൾ KSUവിനെ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കത് നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും സംഘടനാ പ്രവർത്തന രംഗത്ത് ക്യാമ്പസുകൾ KSUവിന്റെ കൊടി പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അത് വരും നാളുകളിൽ നമ്മുടെ പുതിയ തലമുറക്ക്, നമ്മുടെ അനുജന്മാർക്ക്, അനുജത്തിമാർക്ക് കൈമാറി ഈ ദീപശിഖാങ്കിതമായ നീലപ്പൻ പതാക അതെന്നും ഉയരെ വിജയത്തിന്റെ കൊടിയായി പാറി പറക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ, അതിനുള്ള ആവേശം പകർന്ന് മുന്നോട്ട് പോകാൻ ക്യാമ്പസുകൾ നമുക്ക് കഴിഞ്ഞാൽ, വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട. SFI എന്നല്ല, ഏത് കൊടികുത്തിയ സംഘടന വന്നാലും ഈ മഹത്തായ പാരമ്പര്യമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ കാലം തൊട്ട് 2024 വരെ എന്തൊക്കെ അവകാശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേടിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ പറയാൻ പറ്റുന്ന, ചേർത്ത് കെട്ടാൻ കഴിയുന്ന ഒരേ ഒരു പേര് കേരള വിദ്യാർത്ഥി യൂണിയൻ. ആ കേരള വിദ്യാർത്ഥി യൂണിയനെ നമുക്ക് ഉത്തരം വിജയത്തിലേക്ക് നയിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ അതിമനോഹരമായി തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ്. അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് തന്നെയാണ് ജില്ലയിൽ ഈ കരുത്തുറ്റ വിജയം നേടി നിങ്ങൾ ഓരോരുത്തരെയും അനുമോദിക്കാൻ ഇത്തരമൊരു വിജയ സദസ്സ് സംഘടിപ്പിച്ചത്, അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. അതിന് മുന്നിട്ടിറങ്ങിയ ജില്ലാ പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്ന ഒരിക്കൽ കൂടി ഈ ജില്ലയിലെ ക്യാമ്പസുകളിൽ നിന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ, ITI പോളി തെരഞ്ഞെടുപ്പിൽ, സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെല്ലാം അത്യുജ്വലമായ വിജയം നേടിയ നിങ്ങൾ ഓരോരുത്തരെയും കേരള വിദ്യാർത്ഥി യൂണിയന് വേണ്ടി നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് KSU.
യേശു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറച്ച് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകും. വിദ്യാർത്ഥികൾ ക്ഷണിക്കുവാൻ വേണ്ടി തീർച്ചയായും ക്ഷണിക്കും. മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിയൻ ഭാരവാഹികളായ UUC ജോർജ് ടി ബാബു, എഡിറ്റർ സാൻ ജോസ്, ജനറൽ ക്യാപ്റ്റൻ എബിൻ, ആർട്ട് സെക്രട്ടറി ജോബൻ ജോസഫ്, അടുത്തതായി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിജയിച്ച ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിനാൻ, സജീർ, കിരൺ. ചാല JSSലെ അമീർ, നൂറ, റിസ്വാൻ, ആദിൽ.